നിരന്തരമായുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇടതിൻ്റെ കയ്യിൽ നിന്നും നിലമ്പൂർ കൂടി പിടിച്ചെടുത്തപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിച്ചു. നിലമ്പൂരിലുണ്ടായിരുന്ന അതേ ഐക്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകണമെന്ന് പറയുമ്പോഴും നിലമ്പൂർ വിജയത്തിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യത്തിന് വാഗ്വാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ അവയെല്ലാം അവഗണിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി നേതൃത്വം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുവാനുള്ള ശ്രമങ്ങൾ സജീവമാക്കി കോൺഗ്രസ് മുൻപോട്ട് പോകുന്നു. ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുവാൻ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി തീരുമാനം എടുത്തു. കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല K സുധാകരനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ രമേശ് ചെന്നിത്തലയ്ക്കും എറണാകുളം VD സതീഷിനുമാണ് ചുമതല. തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമതല K മുരളീധരനാണ്. തൃശൂർ കോർപ്പറേഷൻ ചുമതല റോജി M ജോണിന്. കോട്ടയം ജില്ലയുടെ ചുമതല ബെന്നി ബെഹനാനാണ്. നിലമ്പൂർ ഫലമേറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുവലകയാണെന്നും KPCC സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞിരുന്നു. വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ആശാസമരം, മലയോര പ്രശ്നം എന്നിവ പരിഹരിക്കപ്പെടണം. ഗവർണർ രാജ്ഭവൻ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നു. UDFന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്ന നടപടികൾ തുടരണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒരു പാർട്ടിയുമായും ചർച്ച നടത്തിയിട്ടില്ല. ടീം വർക്കിന് കിട്ടിയ അംഗീകാരമാണ് നിലമ്പൂരിലേത്. PV അൻവർ അടഞ്ഞ അധ്യായമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസിലുണ്ടായ ക്യാപ്റ്റൻ മേജർ പരാമർശങ്ങളിൽ സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തു. താനൊരു സാധാരണ സൈനികനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ജനകീയ മുഖമായിരിക്കുന്ന നേതാക്കന്മാരെ രംഗത്തിറക്കി ആദ്യം മുതൽ തന്നെ കളം പിടിക്കുന്ന കോൺഗ്രസിന്റെ ഉപതെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ മറ്റൊരു രീതിയാണ് കോൺഗ്രസ് ഇനി പുതിയ രീതിയിൽ പുറത്തെടുക്കുവാൻ പോകുന്നത്.